ഏതാണ്ട് ഒരു 10 വർഷം മുൻപ് യൂറോപ്പിലേക്ക് ടൂർ പോയത് ഓർമ്മയാണ്. ഞങ്ങൾ ഗ്രൂപ്പ് ടൂറാണ്. ഒത്തിരി സൗത്ത് ഇന്ത്യൻസ്, നോർത്ത് ഇന്ത്യൻസ് അങ്ങനെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഏജൻസി വഴി ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഓർമ്മയുള്ളത്, അവിടെ നമ്മളൊരു ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ആ ബസ്സിൽ പോയിട്ട് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു 1.5 മണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്ത് ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലത്ത്. ആ സ്ഥലത്തെത്തി ഉടനെ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ചെയ്തു. അവിടെ അരമണിക്കൂർ സമയമാണ് നമുക്ക് തന്നിരിക്കുന്നത് ഓപ്പറേറ്റർ. അപ്പോൾ എല്ലാവരും ഇറങ്ങി ഓടി, അവിടെ നിന്ന് ഓടി ഏറ്റവും ബെസ്റ്റ് പോയിന്റിൽ നിന്ന് സെൽഫി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് ആ സെൽഫി എടുക്കാനാണ് 1.5 മണിക്കൂർ അങ്ങോട്ട് യാത്ര ചെയ്തത്. അത് കഴിഞ്ഞ് അതുപോലെ തിരിച്ചു വന്ന് 1.5 മണിക്കൂർ തിരിച്ചും യാത്ര ചെയ്തു. അപ്പോൾ നമ്മൾ അന്ന് യൂറോപ്പിൽ പോകാൻ വേണ്ടി പോയൊരു യാത്രയാണ്. അത് ആ സ്ഥലം എൻജോയ് ചെയ്തു, സ്ഥലങ്ങൾ കണ്ടു, നമ്മൾ റിലാക്സ്ഡ് ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മളൊരു യാത്ര പോകുന്നത് നമ്മൾ ബേസിക്കലി ഒന്ന് റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ അവിടെ നമ്മൾ കൂടുതൽ ഹിറ്റിക്കാവാണ് ചെയ്തത്. എല്ലാവർക്കും പണി കൂടുതലാണ്. ഇത് രാവിലെ മുതൽ ഷെഡ്യൂളാണ്. ഈ സ്ഥലങ്ങളിലൊക്കെ പോകണം, രാവിലെ ഇന്ന സ്ഥലം കാണണം. അത് കഴിഞ്ഞ് ഒരു സ്ഥലം കാണുന്നത് ഒരു ജൂലൈ മാറാണ്. അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും അപ്പം നമുക്ക് ഇഷ്ടമുള്ളതല്ല ചെയ്യുന്നത്, അവർ പറയുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്നു, അൺപാക്ക് ചെയ്യുന്നു. 10 ദിവസം കൊണ്ട് 8 സ്ഥലമാണ് കാണുന്നത്. 8 യൂറോപ്യൻ രാജ്യങ്ങൾ മറ്റുള്ളൂ. അങ്ങനെ ആ യാത്ര ചെയ്ത് ഓർമ്മയുണ്ട്. അന്ന് ആ യാത്ര ചെയ്യാൻ കാരണവും, അന്ന് നിർബന്ധപൂർവ്വം എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഓരോ സിനിമ കഴിയുമ്പോഴും നമ്മളൊരു യാത്ര പോകണം എന്ന് പറയുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അധികം വിദേശയാത്ര എന്ന രീതിയിൽ തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണത്. അപ്പം അത് ഇപ്പോൾ ഇരിക്കുന്നത് ഞാൻ ഇവിടെ വൈത്രിയിലാണ്. വൈത്രി എന്ന് പറഞ്ഞ റിസോർട്ടാണ്, ബ്യൂട്ടിഫുൾ റിസോർട്ടാണ്. അപ്പം ഞങ്ങൾ ചുമ്മാ ഓണമായിട്ട് ചുമ്മാ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ആദ്യം മൈസൂർ പോയി, ഞങ്ങൾ ഡ്രൈവ് ചെയ്തു മൈസൂർ പോയി. അവിടെ 2 ദിവസം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഈ 2 യാത്രയും തമ്മിൽ അധികജാന്തര വ്യത്യാസമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു മൈൻഡ് സെറ്റ്. കാരണം ആദ്യത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മളൊരു ചടങ്ങ് എന്ന പോലെ നമ്മൾ പോയിക്കൊണ്ടിരുന്നൊരു യാത്ര. ഇന്ന ഡേറ്റിൽ ഒരു സിനിമ കഴിഞ്ഞു, അടുത്ത സിനിമ തുടങ്ങുന്നതിന് ഇടയിലുള്ള ഒരു സമയത്ത് നമ്മളൊരു യാത്ര പോകണം. ആ യാത്രയിൽ നിന്നും ഞാൻ അന്വേഷിക്കുന്ന ഒരു പക്ഷേ കഥകൾ, മനുഷ്യർ, എക്സെട്ര അത് സംഭവിച്ചിട്ടുണ്ട് പല സമയങ്ങളിൽ. ഇപ്പോഴത്തെ യാത്രയുടെ എന്ന് പറയുമ്പോൾ അതിനകത്ത് യാതൊരുവിധ ലക്ഷ്യങ്ങളുമില്ല. വെറുതെ പോവുക എന്ന് പറഞ്ഞൊരു കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊരു കൃത്യമായ ഷെഡ്യൂളില്ല, കൃത്യമായി ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. അത് ഈ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ തിങ്ക് ദിസ് ഈസ് ബ്യൂട്ടിഫുൾ. ഇതുപോലെയുള്ള യാത്രകളാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് തന്നെ കുറേ ട്രാവൽ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ കുറേ ജീവിതത്തിലും അല്ലാതെയും സഞ്ചരിച്ചിട്ടാണ് ഇതുപോലൊരു യാത്രയിലോട്ട് എനിക്ക് എത്താൻ പറ്റിയത്. നമ്മൾ യാത്ര ചെയ്യുന്നില്ല എന്നുള്ളതല്ല വിഷയം. നമ്മളതിൽ എത്രമാത്രം ഫ്രീ ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളി എക്സ്റ്റെൻസീവ് ട്രാവലറാണ്. അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും പുള്ളി കൃത്യമായി അടുത്ത വർഷം പോകാനുള്ള ഷെഡ്യൂൾ, കാര്യങ്ങൾ, സ്ഥലങ്ങൾ ഒക്കെ ഫിക്സ് ചെയ്യും. ഒരു ഫുട്ബോൾ നടക്കുന്നുണ്ട്, പുള്ളി അത് ബുക്ക് ചെയ്യും. വേൾഡ് കപ്പ് ആണെങ്കിൽ എന്തെങ്കിലും ആണെങ്കിൽ അപ്പോൾ അതിനവിടെ പോവും, അവിടെ നിൽക്കും. ഇത് നേരത്തെ പ്ലാൻ ചെയ്യുമ്പോൾ അതിന് പൈസ കുറവ് കിട്ടും. അത് ചെയ്യാനും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനും പോകാനും എല്ലാം ഇഷ്ടമാണ്. അങ്ങനെ പോകുന്ന ഒരാളുണ്ട്. എൻ്റെ ജിം ട്രെയിനറുണ്ട്. പുള്ളി യാത്ര ചെയ്യുന്നത് ഭയങ്കര രസമാണ്. ഇന്നിപ്പോൾ പുള്ളിയും വൈഫ് ഇപ്പോൾ റീസെൻ്റ്ലി മാരീഡാണ്. അപ്പോൾ പുള്ളിക്ക് ഒരു സ്ഥലത്ത് പോകണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഒരു ബുക്കിങ്ങും ഇല്ല, നേരെ ബൈക്ക് എടുക്കുന്നു, ഡ്രൈവ് ചെയ്യുന്നു. അവർ ഇപ്പോൾ മൂന്നാറെത്തുന്നു, അവിടെ അവർക്ക് കാണുന്ന ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്നു, താമസിക്കുന്നു. ഇത് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടോ ഈ യാത്ര? നമ്മൾ പോകുന്ന ആൾക്കാരും നമ്മളും തമ്മിൽ വൈബ് ഉണ്ടാവുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക. കോഴ്സ് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നൊരു ഡിസ്റ്റൻസ് ആണെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു അത്യാവശ്യം ഇന്ത്യയിലൊക്കെ ഒരു സ്ഥലത്തൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആ ഡ്രൈവ് ഇറ്റ് സെൽഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് സംസാരങ്ങൾ, കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ തന്നെ ഇപ്പോൾ എല്ലാവരും ഡ്രൈവ് ചെയ്യുമെങ്കിൽ മാറി ഡ്രൈവ് ചെയ്യാം. ഇപ്പോൾ എക്സ്റ്റേണൽ ആളുടെ ആവശ്യമില്ല. ഡ്രൈവ് ചെയ്ത് നമ്മൾ സ്ഥലത്തെത്തിയാൽ പിന്നെ ഞങ്ങൾ ചെയ്യാറുള്ളത്, ആ കാർ അവിടെ പാർക്ക് ചെയ്താൽ പിന്നെ ആ കാർ എടുക്കാറില്ല. പിന്നെ വി ടേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട്, ഓട്ടോ എടുക്കാം, ബസ്സിൽ പോകാം. ഇപ്പം മൈസൂർ പോയിട്ട് പിന്നെ കാർ എടുത്തേ ഇല്ല. അവിടെ ഞങ്ങൾ ഓട്ടോയിലും യൂബറിലും ഒക്കെയാണ് ഡ്രൈവ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എനിക്ക് തോന്നുന്നു, യാത്രയിൽ നിന്ന് പണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സ്ട്രെസ്, ഈവൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും
നമ്മൾ എല്ലാ സ്ഥലത്തേക്കും അവിടെ പോയിട്ടും വീണ്ടും കാർ എടുക്കും. അപ്പോൾ അത് പാർക്ക് ചെയ്യാനുള്ള ഇഷ്യൂ, പിന്നെ തിരിച്ചെടുക്കാനുള്ള ഇഷ്യൂ, ഇതെല്ലാം നമ്മളെ ടെൻഷനാക്കുന്നു, യാത്രയുടെ രസം കൊല്ലുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. കാരണം നമ്മളുടെ ഒരു ബഡ്ജറ്റിൽ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്നിരിക്കെ ബേസിക് പർപ്പസ് ഓഫ് ദിസ് ബ്ലോഗ് ഈസ് ട്രാവലിംഗ് ആക്ച്വലി ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഞാൻ ആദ്യം യാത്ര ചെയ്യാൻ പോയ പോലെ ഒരു വഴിപാട് എന്നുള്ള രീതിയിൽ യാത്ര ചെയ്യാൻ പോകണം. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളെ അങ്ങനെ കണ്ടിട്ടുണ്ട്. കാരണം യാത്രയിലാണ്, പക്ഷേ അവരുടെ മനസ്സ് ഫ്രീ അല്ല. അവരെപ്പോഴും ഭയങ്കര തിരക്കിലാണ്. ബിസിനസ് കാര്യങ്ങൾ, ജോലിക്കാര്യങ്ങൾ, ഓഫീസിൽ ജോലി വീണ്ടും അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദർ ഇസ് വർക്ക് പ്രഷർ, ദർ ഇസ് ബിസിനസ് പ്രഷർ. സിനിമയിലാണെങ്കിൽ സിനിമയെ സംബന്ധിച്ച മറ്റു കാര്യങ്ങൾ. അപ്പോൾ ഈ സ്ഥലത്ത് അവിടെ നമ്മൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫിസിക്കലി അവിടെ ഉണ്ട് എന്നേ ഉള്ളൂ. ബട്ട് യു ആർ നോട്ട് ആക്ച്വലി എൻജോയിങ് ദ പ്ലേസ്. അപ്പം അങ്ങനെ ഒരു യാത്ര എത്രത്തോളം നമുക്ക് ആസ്വാദ്യകരമാണ്, അതിനേക്കാൾ ഒരുപക്ഷെ ഒട്ടും യാത്ര ചെയ്യാത്ത ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. അവർ വീട്ടിൽ തന്നെയാണ്, അവരതിൽ വളരെ സംതൃപ്തരാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോവുക, അല്ലെങ്കിൽ പള്ളിയിൽ പോവുക, എവിടെയാണെങ്കിലും ആ യാത്ര അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അവർക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അതും ഒരു യാത്രയാണ്. ഇനി അതുമല്ലാതെ എൻ്റെ വേറെ സുഹൃത്തുണ്ട്, സിനിമയിൽ തന്നെയുള്ള സുഹൃത്താണ്. പുള്ളിക്കാരൻ്റെ സിനിമ വിദേശത്ത് ഷൂട്ട് ചെയ്യുന്ന അവസരങ്ങളിൽ പോലും പുള്ളിക്ക് പോകാൻ അതിന് താല്പര്യമില്ല. കാരണം പുള്ളി ഒരു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ഒരു യൂട്യൂബ് വീഡിയോ കാണുന്നു, അതിലൂടെ ആ സ്ഥലം അയാൾ കണ്ടു എന്നാണ് അയാൾ തോന്നുന്നു. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എവിടെയും പോവാതെ മൈൻഡ് ട്രാവലിംഗ് ഇസ് ഫെന്റാസ്റ്റിക്. അതായത് എനിക്ക് ആദ്യം ഫീൽ ചെയ്ത് ഞാൻ സുധി വാൽമീകം ഷൂട്ട് ചെയ്യണം. ഒരു സോങ്ങിന്റെ ഒരു കട്ട് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു 360 ഡിഗ്രിയിൽ എന്തോ ഒരു ഷോട്ടാണ്, സോങ് കട്ട്. അപ്പോൾ കായാമ്പൂ നിറമായി എന്ന് പറഞ്ഞ പാട്ടാണ്. അപ്പോൾ ശിവതയും ജയസൂര്യക്കുള്ളൊരു കട്ടാണ്. അപ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. 360 ഡിഗ്രിയാണ് ക്യാമറ എന്ന് പറയുമ്പോൾ ഞാൻ അത് വേറെ സ്ഥലത്ത് മാറിയിരുന്നു. അപ്പോൾ നല്ല മലകളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് എനിക്ക് തോന്നി, ഞാൻ ആ മലകളിൽ കൂടെ ഞാൻ നടക്കുകയാണ്, ഭയങ്കര രസമായിട്ട് ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 15 മിനിറ്റ് ആ ഒരു ട്രിപ്പിലായിരുന്നു. ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക് ആൻഡ് ബ്യൂട്ടിഫുൾ. അത് പിന്നീട് അത് വളരെ അപൂർവമായിട്ട് കിട്ടുള്ളൂ. പിന്നീട് എനിക്കത് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം സിംലയിലാണെന്ന് തോന്നുന്നു. ആ ഒരു ഏരിയയിൽ ഒരു വെള്ളച്ചാട്ടം ഇതുപോലെ തന്നെ അവിടെ നിൽക്കുമ്പോൾ ആസാമിലാണ്. അപ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള വൈബ് കിട്ടും. നമ്മൾ അതിലൂടെ ആ വെള്ളച്ചാട്ടത്തിൽ താഴെ നിന്ന് വെള്ളം കൊള്ളുകയാണ് എന്നൊക്കെ തോന്നുന്ന പോലൊരു അവസ്ഥ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി യാത്ര നിർബന്ധപൂർവ്വം ചെയ്യുക എന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈയിടെ നിങ്ങൾ വെച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാ മാസവും ഒരു ദിവസമെങ്കിലും എങ്ങോട്ടെങ്കിലും യാത്ര പോകും. എല്ലാ 3 മാസം കൂടുമ്പോഴും എങ്ങോട്ടെങ്കിലും സാധിച്ചാൽ ഫ്ലൈ ചെയ്യാം. ആൻഡ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ഇയർ നമ്മൾ ഇന്ത്യയുടെ പുറത്ത് രാജ്യത്ത് പോകണം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് വി ആർ ട്രൈങ് ടു ഫോളോ ഇറ്റ്. പക്ഷേ അത് പലപ്പോഴും ഓർഗാനിക്കലി വന്ന് ഭവിക്കുന്നതാണ്. ഒരാൾ പറയും പോവാം, വേറെ ആൾ വേണം വേണ്ട എന്ന് പറയും. അപ്പോൾ അങ്ങനെ വന്ന് അത് എങ്ങനെയോ കറങ്ങി തിരിഞ്ഞ് അങ്ങനെ ഉണ്ടാവാറുണ്ട്. സിൻസ് യു ഹവ് കെപ്റ്റ് യുവർസെൽഫ് ഫ്രീ. പക്ഷെ അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി ഇതിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. യാത്ര നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നുണ്ട്. എന്നാൽ ആ സമാധാനം കളയാൻ വേണ്ടി വളരെ ഹെക്റ്റിക്കായ ഒരു യാത്രയ്ക്ക് പോകേണ്ട കാര്യമില്ല. ഇന്നലെ തന്നെ മൈസൂരിൽ അമ്പലത്തിൽ പോയപ്പോൾ അതിഭയങ്കരമായ തിരക്കാണ്. അവിടെ അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അവിടുത്തെ അകത്തേക്ക് കയറാൻ 1000 രൂപയ്ക്കാണ് ടിക്കറ്റ്. അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കുഞ്ഞ് ക്ഷേത്രമുണ്ട്. അപ്പം അവിടെയും നമുക്ക് പോവാം, അവിടെയും നമുക്ക് എൻജോയ്, ആ തിരക്കിൽ നിൽക്കാം. രണ്ടും നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ. രണ്ടും എൻജോയ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യാം. അപ്പം പറയാൻ ഉദ്ദേശിച്ചത്, യാത്ര പോവാൻ വേണ്ടി ഞാൻ ചെയ്തിരുന്നത് പോലെ ഉള്ള യാത്രകളിൽ നിന്ന് നിങ്ങൾ എൻജോയ് ചെയ്യുന്ന, നിങ്ങൾ കംപ്ലീറ്റ്ലി ഫ്രീ ആവുന്ന, നിങ്ങളെ തന്നെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവുമില്ലാത്ത, പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവും ആഗ്രഹവും ഡെസ്റ്റിനേഷനും ഇല്ലാത്ത യാത്രകൾ ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ ആഗ്രഹം ഇനി കുറച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം എന്നുള്ളതാണ്. പറ്റുമെന്ന് എനിക്കറിയില്ല. അതും എനിക്കൊന്നും നമ്മൾ ഓരോന്നിലേക്ക് വന്ന് എത്തിച്ചേരുകയാണ്. അത് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് ആവണമെന്നില്ല. ഒറ്റയ്ക്കുള്ള യാത്രകൾ അതിനേക്കാൾ ഒരു പക്ഷേ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അത് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കട്ടെ എന്നെനിക്ക് ആഗ്രഹമുണ്ട്. എനിവേ, ഹാപ്പി ഓണം ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ട്രാവലിംഗ്. യാത്ര ചെയ്യുന്നവർക്കും യാത്ര ചെയ്യാത്തവർക്കും ഓൾ ദി ബെസ്റ്റ്.